ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശ്യാമയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുക. എൻ്റെ രോഹിത്തിന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല ശ്യാമേ, ഒന്നും പറ്റിയിട്ടില്ല. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോയാൽ മതിയായിരുന്നു, കുട്ടികളെയും കാണാമായിരുന്നു. ഇങ്ങനെ ഇവിടെ പേടിച്ച് വിറച്ച് നിൽക്കേണ്ട കാര്യവുമില്ലായിരുന്നു. രാത്രി ആയില്ലേ, അവരൊക്കെ ഉറങ്ങിക്കാണും. അവരെ വിളിച്ച് ശല്യം ചെയ്യണ്ടെന്ന് കരുതിയല്ലേ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ശ്യാമ പേടിക്കണ്ട, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതേതോ അന്തിപ്പിച്ചക്കാരേതോ ആണ്. കുറേ നാളുകൊണ്ട് പൂട്ടിയിട്ടേക്കുന്ന വീടല്ലേ, അതുകൊണ്ട് ആളുകളാരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കയറി കിടന്നതാ എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് ശ്യാമയെ സമാധാനിപ്പിക്കുവാണ്. രോഹിത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ശ്യാമയ്ക്ക് നല്ല പേടി തന്നെ. ശ്യാമ പേടിച്ചിട്ട് തന്നെ പറയുക, ഇല്ല രോഹിത്ത്, ഇതൊരു നല്ല ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊന്ന് സൂക്ഷിക്കണം എന്നും പറഞ്ഞ് പേടിച്ച് വിറച്ചവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുവാണ്. ശ്യാമ പേടിക്കണ്ട, വാ എന്നും പറഞ്ഞ് രോഹിത്ത് ശ്യാമയും കൊണ്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ഉപേന്ദ്രൻ ഏർപ്പാടാക്കിയ ഗുണ്ട തന്നെയായിരുന്നു ആ വീടിന്റെ തിണ്ണയിൽ കിടന്നിരുന്നത്. രോഹിത്തും ശ്യാമയും കുറേ നാളായിട്ട് കാണുന്നില്ലല്ലോ, അവരെപ്പോൾ വരുമെന്ന് അറിയിക്കാൻ വേണ്ടി അവനെ അവിടെ കിടത്തിയിരിക്കുമായിരുന്നു. അങ്ങനെ ആ ഗുണ്ട ഉപേന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഉപേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവർ വന്നു അല്ലേ, കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഒരു സ്ത്രീ കൂടെ ഉണ്ടെന്ന്. ഞാൻ പോയി ഇപ്പം തന്നെ അവരെ തീർക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഉപേന്ദ്രൻ പറയാം, വേണ്ട വേണ്ട, നീ ഇപ്പോൾ ട്രെയിനിങ് പീരീഡിലാ, അവരെ തീർക്കാനുള്ള ആൾ വേറെ ആളാ, ഞാൻ ഇപ്പം തന്നെ അവനെ വിളിക്കാം എന്നും പറഞ്ഞ് ആ മാർട്ടിനെ വിളിക്കുന്നുണ്ട് ഉപേന്ദ്രൻ. ഉപേന്ദ്രൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് മാർട്ടിൻ ചോദിക്കാൻ, എന്താ സാറേ, എത്തിയോ അവർ? അവരെത്തിയിട്ടുണ്ട്. നിനക്ക് തന്നിരിക്കുന്ന അവസാന അവസരമാണിത്. ഇനിയും ഇതിലെന്തെങ്കിലും പാളിച്ച പറ്റിയാൽ എൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. അതിൻ്റെ ആവശ്യമൊന്നും വരില്ല, ഞാൻ തന്നെ അവനെ തീർക്കും എന്നും പറഞ്ഞ് മാർട്ടിൻ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം സത്യമോളും പപ്പിമോളും ഇരുന്ന് ഹോംവർക്കൊക്കെ എഴുതുവാണ്. വിഷ്ണുവും ശാലിനിയും എത്തിയിട്ടില്ല. ജയശ്രീയാണ് സത്യയ്ക്കും പപ്പിക്കും കൂട്ടിരിക്കുന്നത്. സത്യ പറയുക, ഇന്ന് വലിയ പ്രശ്നമാകും. സത്യാമ്മ വന്ന് നമ്മളെ വിളിച്ചോണ്ട് പോയത് അച്ഛനോടും അമ്മയോടും നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പോൾ പപ്പിമോള് പറയുക, വിഷ്ണു അച്ഛൻ്റെ അമ്മയല്ലേ സത്യാമ്മ, അപ്പോൾ സത്യാമ്മ വിളിക്കുമ്പോൾ നമ്മൾ പോകണ്ടേ, അല്ലെങ്കിൽ അത് വലിയ തെറ്റല്ലേ? അതുകൊണ്ട് വിഷ്ണു അച്ഛനും ചേച്ചിയമ്മയും വരുമ്പോഴേ സത്യം അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നും വരില്ല സത്യേ. ജയശ്രീ ആണെങ്കിൽ ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവൾ എന്തോ വായിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സത്യ പറയുന്നുണ്ട്, അപ്പോൾ അച്ഛനോടും അമ്മയോടും പറയാം അല്ലേ, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. സത്യ എഴുതി കഴിഞ്ഞോ? ഞാനിതുവരെ എഴുതി തീർന്നില്ല. ഞാനിതൊന്ന് എഴുതി തീർക്കട്ടെ, അല്ലെങ്കിൽ ഇവിടത്തേക്കാൾ കൂടുതൽ പ്രശ്നം നാളെ സ്കൂളിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ജയശ്രീ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല രണ്ടുപേരും എഴുതുമല്ലല്ലോ, സംസാരമാണല്ലോ കൂടുതലും, എന്താ ഇത്ര പ്രത്യേകിച്ച് പറയാനുള്ളത് എന്നൊക്കെ ജയശ്രീ ചോദിക്കുമ്പോൾ, ഞങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ എഴുത്തിനൊന്നും ഒരു കുറവുമില്ല എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട്. അപ്പോൾ സത്യമോൾ ജയശ്രീയോട് പറയുന്നു, ചേച്ചി ഒരു സംശയം എന്ന് പറയുമ്പോൾ ജയശ്രീ എഴുന്നേറ്റ് അവരുടെ അടുത്തോട്ട് ചെല്ലുവാണ്. എനിക്ക് പറയാൻ അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം, എന്താ കാര്യം? അത് ചേച്ചി, ഞാനും പപ്പിയും സത്യാമ്മ വിളിച്ചപ്പോൾ വീട്ടിലോട്ട് പോയില്ലേ, അത് അമ്മയോടും അച്ഛനോടും പറയണോ? പറയണം, തീർച്ചയായിട്ടും പറയണം. അവരോടാണ് ആദ്യമായിട്ട് പറയേണ്ടത്. ഇപ്പം പറഞ്ഞില്ലല്ലോ, ഇനി എന്തായാലും വരുമ്പം പറയണം. പറയുമ്പോൾ കുഴപ്പം വല്ലതും ഉണ്ടാവുമോ? ഏയ്, കുഴപ്പമൊന്നും ഉണ്ടാകില്ല. പറയണം, പറയാതിരുന്നാലാ കുഴപ്പം. അപ്പോൾ പറയാമല്ലേ എന്ന് പറഞ്ഞ് സത്യ സമാധാനപ്പെടുന്നുണ്ട്. ഈ സമയത്ത് വിഷ്ണുവും ശാലിനിയും വരുന്നുണ്ട്. ശാലിനി പറയുന്നുണ്ട്, ജയശ്രീ കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ശാലിനിയെയും വിഷ്ണുവിനെയും കണ്ടതോടെ ജയശ്രീ പറയുന്നു, അപ്പോൾ ചേച്ചി ഞാൻ പോയിട്ടെ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് പോവുകയാണ്. അല്ല, ജയശ്രീ പോകുവാണോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട്. ചെന്നിട്ട് അച്ഛന് ചോറ് കൊടുക്കണം ചേച്ചി, പിന്നെ നാളത്തേക്ക് കുറച്ച് അരച്ചൊക്കെ വെക്കാനുണ്ട്, അമ്മയ്ക്കാണെങ്കിൽ തലവേദനയുമാണ്, എന്നാൽ ഞാൻ ചെല്ലട്ടെ അങ്ങോട്ട് എന്നും പറഞ്ഞ് ജയശ്രീ അങ്ങ് പോവുകയാണ്. അപ്പോൾ പപ്പിയും സത്യം ഇരുന്ന് പഠിക്കുവാണ്. അത് കണ്ടോണ്ട് ശാലിനി പറയാം, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുട്ടികൾ മര്യാദ കുട്ടികളാണെന്ന്, കണ്ടോ ഇരുന്ന് പഠിക്കുന്നത്. ഞാൻ അറിയാതെ എൻ്റെ കുട്ടികൾ എങ്ങും പോകില്ല, ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണുവിന് ചിരി വരുന്നുണ്ട്. വിഷ്ണു ചിരിയൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുക. ശാലിനി പറയുന്നു, ഞാൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ സത്യയും പപ്പിയും ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊണ്ടിങ്ങനെ മുഖം ഒരു സൈഡിൽ മറച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുകയോ ആംഗ്യം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിഷ്ണു ആണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു ചോദിക്കുന്നു, എന്താ രണ്ടുപേരും കൂടെ ഒരു കഥകളിയൊക്കെ കാണിക്കുന്നത്? കഥകളി നോട്ടം പാസ് ചെയ്യാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞോ, മര്യാദയ്ക്ക് പറഞ്ഞോണം. അതെ അച്ഛാ, അതൊരു രഹസ്യമോ? എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞ് വിഷ്ണു അടുത്തോട്ട് ചെല്ലുവാണ്. അച്ഛാ, പിന്നെ ഇന്നേ ഒരു സംഭവം ഉണ്ടായി.
സത്യാമ്മയാണെങ്കിലേ ഇവിടെ വന്ന് ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചോണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി ചായയും പലഹാരവും ഒക്കെ തന്നു. കുറച്ച് മുമ്പാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. ആഹാ, അതൊരു നല്ല കാര്യമാണല്ലോ. അതിനു വേണ്ടിയാണോ എൻ്റെ മക്കൾ പേടിച്ചത്? സത്യാമ്മ അങ്ങനെ ചെയ്തതോർത്ത് വിഷ്ണുവിന് വലിയ സന്തോഷമാണ്. അമ്മയ്ക്കിത് എന്തു പറ്റി? അമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചിന്തിക്കുന്നുണ്ട്. ഈ സമയം ശാലിനിയും ഡ്രസ്സ് മാറി അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനോടും അമ്മയോടും പറയാതല്ലേ പോയത്. അപ്പോൾ പപ്പി പറയാ, ചേച്ചിയമ്മ അറിഞ്ഞാൽ വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ടാ. വിഷ്ണു ഇങ്ങനെ മക്കളെ നോക്കി സന്തോഷത്തോടെ നിൽക്കുക. സത്യ വീണ്ടും പറയുക, സത്യാമ്മയ്ക്കിപ്പോൾ എന്നോട് ദേഷ്യമൊന്നും ഇല്ലച്ചാ. എന്നെ വലിയ കാര്യമാണ്. എനിക്ക് ആഹാരമൊക്കെ ഊട്ടിയാ തരുന്നത്. പിന്നെ കെട്ടിപ്പിടിച്ചങ്ങ് ഉമ്മ തരും. ഞാൻ എന്ത് ചോദിച്ചാലും അതൊക്കെ എനിക്ക് വാങ്ങിത്തരും. സത്യമോൾ അങ്ങനെ സന്തോഷത്തോടെ വിഷ്ണുവിനോട് പറയുമ്പോൾ പപ്പിക്കൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. കാരണം പപ്പിയെ അത്രയ്ക്കൊന്നും സത്യമ്മ മൈൻഡ് ചെയ്തില്ലല്ലോ. സത്യമോളിങ്ങനെ വിഷ്ണുവിനോട് പറഞ്ഞതെല്ലാം ശാലിനി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ശാലിനിയെ കണ്ടതും സത്യയും പപ്പിയും അങ്ങ് കുനിഞ്ഞിരിക്കുവാണ്. വിഷ്ണുവേട്ടാ, സത്യാമ്മ എന്താ ഇപ്പോഴിങ്ങനെയൊക്കെ കാണിക്കുന്നത്? സത്യയോട് കാണിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? വിഷ്ണു ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. താൻ എന്തൊക്കെയാണോ പറയുന്നത്? എൻ്റെ അമ്മ സ്നേഹം കാണിക്കുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയൊന്നും ആയിരിക്കില്ല. അമ്മ ഇപ്പോൾ പഴയതിനേക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്നാൽ വിഷ്ണുവേട്ടൻ്റെ വിശ്വാസം വിഷ്ണുവേട്ടനെ രക്ഷിക്കട്ടെ. എനിക്കങ്ങോട്ട് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി കുറച്ച് വിഷമത്തോടെ അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. ശാലിനിക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. സത്യാമ്മ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ അത്രമാണല്ലോ. എന്നാലേ എൻ്റെ മക്കൾ പഠിച്ചോ എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് പോകാനായിട്ട് തിരിയുമ്പോൾ പപ്പിമോള് പറയുക, വിഷ്ണു വെച്ചാ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും കാണണം. അവർക്കാണെങ്കിൽ എന്നെ കാണണമെന്നൊരാഗ്രഹം പോലുമില്ല. അവരെന്നെ ഒന്ന് വിളിക്കുന്ന പോലുമില്ല. അവർക്കെന്നെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് അവരെ കാണണം വിഷ്ണു വെച്ചാൽ. ഒന്ന് കണ്ടാൽ മാത്രം മതി. പപ്പിമോൾ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ നെഞ്ച് കടന്ന് കത്തുവാണ്. സങ്കടം കൊണ്ട് വിഷ്ണുവിന് സഹിക്കാൻ വയ്യ. വിഷ്ണു ഇങ്ങനെ പപ്പിമോളെ നോക്കിക്കൊണ്ട് സങ്കടത്തോടെ മനസ്സിൽ പറയാം, എൻ്റെ മോളുടെ അച്ഛനും അമ്മയും കൂടെയുണ്ട്. ഈ വിഷ്ണു അച്ഛനാ മോളുടെ അച്ഛൻ, ചേച്ചിയമ്മയാ മോളുടെ അമ്മ. ഇതൊക്കെ എനിക്ക് എൻ്റെ മോളോട് ഉറക്കെ പറയണമെന്നുണ്ട്. സ്നേഹം കൊണ്ട് എൻ്റെ മോളെ വീർപ്പ് മുട്ടിക്കണമെന്നുണ്ട്. പക്ഷേ സാഹചര്യം അത് അനുവദിക്കുന്നില്ല. ഇനി ഇതിങ്ങനെ മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ സാധിക്കില്ല. എല്ലാവരെയും എത്രയും പെട്ടെന്ന് ഇത് അറിയിക്കണം എന്നിങ്ങനെ വിഷ്ണു മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പപ്പിമോള് വീണ്ടും പറയാം, വിഷ്ണു അച്ഛാ, എനിക്ക് അവരെ ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യണം. എനിക്കൊന്ന് വിളിക്കണം അവരെ. അപ്പോൾ തന്നെ വിഷ്ണു രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. ആ ബ്രോ എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് സംസാരിക്കുവാണ്. അതു പിന്നെ ബ്രോ, ഞങ്ങൾ വന്നപ്പോൾ സമയം ഒരുപാട് രാത്രിയായി. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് കയറാതിരുന്നത്. അത്രയും കുഴപ്പങ്ങളൊക്കെ സംഭവിച്ച വീടല്ലേ അത്. ഇപ്പോഴങ്ങോട്ട് പോകേണ്ടിയിരുന്നില്ല. അവിടെ ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചോദിക്കുവാണ്. ശ്യാമ അവിടെ നിന്ന് കട്ടിലെ ബെഡ്ഷീറ്റൊക്കെ നോത്തിടുകയും പില്ലോ കവറൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. ശ്യാമ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് ജനലിൻ്റെ അടുത്ത് മാർട്ടിൻ ഇങ്ങനെ തോക്ക് പിടിച്ച് ഉന്നം പിടിച്ചുകൊണ്ട് നോക്കി നിൽക്കുവാണ്. അവനങ്ങനെ രോഹിത്തിനെ തന്നെ നേരെ ഉന്നം പിടിക്കുവാണ്. ശ്യാമയും രോഹിത്തും ഒന്നും അവനെയോട്ട് കാണുന്നതുമില്ല. രോഹിത്താണെങ്കിൽ ഇങ്ങനെ വിഷ്ണുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. പിന്നെ ഞങ്ങളിങ്ങോട്ട് വന്ന് കയറിയപ്പോൾ ഒരു പിച്ചക്കാരനാണെന്ന് തോന്നുന്നു ഒരുത്തനിവിടെ വാതക്കൽ ഉമ്മർത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടതും അവൻ എഴുന്നേറ്റ് ഓടി. എടാ, അവൻ പിച്ചക്കാരൻ തന്നെയാണോ? ഞാൻ അവനെ പിടിക്കാൻ ഓടിയത് അവൻ്റെ പുറകിന്, പക്ഷെ കിട്ടിയില്ല. അവൻ ഓടിക്കളഞ്ഞ്. അവൻ ആരാണെന്നൊട്ട് കാണാനും പറ്റിയില്ല. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ചിലപ്പോൾ അവൻ ഉപേന്ദ്രൻ്റെ ആളായിരിക്കും. നിങ്ങൾ വന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഉപേന്ദ്രൻ അവിടെ കിടത്തിയ ആളായിരിക്കും അത്. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല ബ്രോ. അവനെ കണ്ടിട്ടൊരു പിച്ചക്കാരൻ്റെ കൂട്ടായിരുന്നത്. രോഹിത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വിഷ്ണുവിനത് അത്ര വിശ്വാസമായിട്ടില്ല. അവൻ എന്തായാലും പിച്ചക്കാരനോ ഒന്നുമല്ല. അവൻ ഉപേന്ദ്രൻ്റെ ഗുണ്ടകളിൽ ആരെങ്കിലും ഒരാളായിരിക്കും എന്നിങ്ങനെ വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഈ സമയം മാർട്ടിൻ അങ്ങനെ രോഹിത്തിനെ നേരെ ഉന്നം വെച്ചിങ്ങനെ ഷൂട്ട് ചെയ്യുവാണ്. പക്ഷേ ആ വെടിയുണ്ട പോയി കൊണ്ടത് അവരുടെ അടുത്തിരുന്ന ഫ്ലവർ വേസിലാണ്. ഫ്ലവർ വേസ് അങ്ങ് പൊട്ടിത്തെറിക്കുന്നു. വിഷ്ണു ഈ ശബ്ദം കേൾക്കുന്നു. അയ്യോ എന്നിങ്ങനെ നിലവിളിക്കുവാണ് ശ്യാമ. അയ്യോ, രോഹിത്തെ അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറയുമ്പോൾ ആ ജനലിൻ്റെ അടുത്ത് നിൽക്കുന്ന മാർട്ടിനെ ശ്യാമ കാണുന്നുണ്ട്. വിഷ്ണു ആകെ ഭയത്തോടെ ചോദിക്കുന്നു, രോഹിത്തെ, അവിടെ എന്താ സംഭവിച്ചത്? ശ്യാമയുടെ രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട്, വിഷ്ണുവേട്ടാ, ഇവിടെ ആരൊക്കെയോ ഉണ്ട്. ഞാൻ അയാളെ കണ്ടതാണ്. ഈ ജനലിൻ്റെ അപ്പുറത്ത് അയാൾ നിൽക്കുന്നുണ്ട്.
അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ വാതിൽ തുറക്കരുത്, ആ ജനലിൻ്റെ സൈഡിൽ നിങ്ങൾ നിൽക്കുകയും ചെയ്യരുത്, ഞാൻ ദാണ്ട് ഇപ്പം തന്നെ അങ്ങോട്ട് വരുവാണ് എന്നും പറഞ്ഞ് വിഷ്ണു ഫോൺ കട്ട് ചെയ്തിട്ട് ശാലിനിയെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോവുകയാണ്. പപ്പിമോളും സത്യമോളും ഇതൊക്കെ കേട്ടോണ്ട് അങ്ങനെ നിൽക്കുവാണ്. എന്താ പപ്പി എന്നിങ്ങനെ സത്യ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും പറ്റിയോ എന്നൊന്നും എനിക്കറിയില്ല. പപ്പിമോൾ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. ശ്യാമയാണെങ്കിൽ അവിടെ രോഹിത്തിനോട് പറയുന്നു, ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു, എനിക്കാകെ പേടിയാകുന്നു രോഹിത്തെ, അവൻ നമ്മളെ തീർത്തിട്ടേ പോകൂ. ഞാൻ അവനെ കണ്ടതാ രോഹിത്തെ, എന്തായാലും അവൻ അകത്തോട്ട് കയറി വരില്ല, നമ്മൾ വാതിലടച്ചേക്കുമല്ലയോ എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് ശ്യാമയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വിഷ്ണു അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ശബ്ദവും അനക്കവും ഒന്നും കേൾക്കാത്തപ്പോൾ ശ്യാമ പറയുന്നു, അവൻ പോയി കാണുമെന്നാണ് തോന്നുന്നത്, അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഈ സമയം ഉപേന്ദ്രനും ഡേവിഡും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഉപേന്ദ്രൻ ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ചുകൊണ്ട് പറയുവാണ്, നേരം വെളുക്കുമ്പോൾ ഇവിടെ 2 ശവങ്ങൾ വീണിരിക്കും, അവൻ്റെയും അവൻ്റെ ഭാര്യയുടെയും. ആ ഡേവിഡ് എങ്ങനെയോ റൂമിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ശ്യാമയും രോഹിത്തും ആ ഹാളിലോട്ട് വരുമ്പോൾ ഡേവിഡ് അവിടെ നിൽക്കുന്നതാണ് കാണുന്നത്. രോഹിത്തിനെ കണ്ടതും ഡേവിഡ് ഇങ്ങനെ തോക്കെടുത്ത് ഉന്നം വെക്കുവാണ്. എത്ര നാളായിട്ട് നിന്റെ ജീവന് വേണ്ടി ഞാൻ നടക്കുക, ഇപ്പോൾ ബോണസായിട്ട് നിന്റെ ഭാര്യയും കൂടെ അങ്ങ് ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഡേവിഡ് ഇങ്ങനെ രോഹിത്തിൻ്റെ നേരെ തോക്ക് ചൂണ്ടി നിൽക്കുവാണ്. അപ്പോൾ ഉപേന്ദ്രനും ഡേവിഡിൻ്റെ പിന്നാലെ തന്നെ നിൽക്കുന്നുണ്ട്. ശ്യാമയും രോഹിത്തും അവരെ രണ്ടുപേരെയും കണ്ടിങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുവാണ്. ഈ സമയത്ത് അവർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഉപേന്ദ്രനാണെങ്കിൽ ഇങ്ങനെ വലിയ സന്തോഷത്തോടെ നെകളിച്ചിട്ട് പറയുക, ഞാനേ പല ചതി വഴികളിൽ കൂടെയാണ് ഇവിടം വരെ എത്തിയത്, പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട് നേടിയ എൻ്റെ ഈ സ്വത്ത് നീ ധൈര്യപൂർവ്വം അങ്ങ് സ്വന്തമാക്കിയില്ലേ, അങ്ങനെ എൻ്റെ സ്വത്ത് അടിച്ചു മാറ്റിയ നിന്നെ ജീവനോടെ വെച്ചേക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് നിന്റെ ജീവൻ ഞാനിങ്ങ് എടുക്കുക, പക്ഷെ നിന്റെ ഭാര്യ കൂടെ ഉണ്ട്, അതൊരു ബോണസായിട്ട് അങ്ങ് ഇരിക്കട്ടെ. ഭർത്താവ് മരിച്ചിട്ട് നിന്റെ ഭാര്യ എന്തിനാ ഒരു വിധവയെ പോലെ ഇങ്ങനെ ജീവിക്കുന്നത്? അത് കേട്ട് രോഹിത്ത് പെട്ടെന്ന് ശ്യാമയെ പിടിച്ച് അവൻ്റെ പുറകിലോട്ടങ്ങ് മാറ്റി നിർത്തുവാണ്. ഉപേന്ദ്രൻ ഇങ്ങനെ കറക്റ്റായിട്ട് ഉന്നം പിടിച്ചൊരു കണ്ണൊക്കെ അടച്ച്, ഇപ്രാവശ്യം ഉന്നം തെറ്റത്തില്ല, രോഹിത്തിൻ്റെ നെഞ്ചത്ത് തന്നെ കൊള്ളും എന്ന രീതിക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഉന്നം പിടിക്കുമ്പോഴാണ് നമ്മുടെ വിഷ്ണു അകത്തോട്ട് കയറി വരുന്നത്. ഗോഡ് ബ്ലസ് യു എന്നൊന്നും നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഉപേന്ദ്രൻ ഇങ്ങനെ രോഹിത്തിൻ്റെ നേരെ തോക്ക് ചൂണ്ടുകയും വിഷ്ണു ഓടി വന്ന് ഉപേന്ദ്രൻ്റെ കൈക്കൊരു തൊഴി കൊടുക്കുകയും ആ തോക്ക് ഉപേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് വിഷ്ണുവിൻ്റെ കയ്യിൽ തന്നെ വീഴുകയും ചെയ്യുവാണ്. വിഷ്ണു പെട്ടെന്ന് ആ തോക്കെടുത്ത് ഉപേന്ദ്രൻ്റെ നേർക്ക് ചൂണ്ടിയിട്ട് പറയുന്നു, കാലൻ്റെ രക്ഷ അവർക്കല്ല വേണ്ടത്, നിനക്കാ, അല്ലെങ്കിൽ സ്വന്തം ആയുധത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നെഞ്ചിരിപ്പോടെ നിൽക്കേണ്ടി വരില്ലല്ലോ. ഇങ്ങനെ ആയുധം കൊണ്ട് നടക്കുമ്പോൾ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും അത് ഉപയോഗിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാകുകയും വേണം. അപ്പോൾ മാർട്ടിൻ മുന്നോട്ട് നീങ്ങി വരുന്നത്, അനങ്ങിപ്പോകരുത് നീ കള്ള പന്നി എന്നും പറഞ്ഞ് കുറച്ച് ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് അവന്. നിന്നെയൊക്കെ തോൽപ്പിക്കാൻ എനിക്ക് ഈ ആയുധത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ കൈയുടെ ഈ മുഷ്ടി മാത്രം മതി, കേട്ടോടാ ചെറ്റേ. മാർട്ടിൻ അങ്ങനെ ചാടി വന്ന് വിഷ്ണുവിൻ്റെ കയ്യിലോട്ട് ചവിട്ടുമ്പോൾ ആ തോക്ക് വീണ്ടും തെറിച്ച് താഴെ വീഴുവാണ്. വിഷ്ണുവാണെങ്കിൽ മാർട്ടിനെ എടുത്ത് ചവിട്ടി കൂട്ടുവാണ്. ഈ സമയത്ത് പെട്ടെന്ന് ഉപേന്ദ്രൻ ആ തോക്കെടുത്ത് വിഷ്ണുവിൻ്റെ നേരെ നീട്ടുവാണ്. രോഹിത് ഓടി വന്ന് ഉപേന്ദ്രൻ്റെ കൈക്ക് തട്ടുമ്പോൾ വീണ്ടും ആ തോക്ക് തെറിച്ച് വീഴുവാണ്. വിഷ്ണുവാണെങ്കിൽ മാർട്ടിനെയും ഉപേന്ദ്രനെയും എടുത്തിട്ട് ചവിട്ടുവാണ്. അതുപോലെ തന്നെ രോഹിത്തും ചേർന്ന് ശരിക്കും അവർ രണ്ടുപേരിട്ട് അടിച്ച് ചവിട്ടുവാണ്. പക്ഷേ രോഹിത്ത് കുറച്ച് ക്ഷീണിക്കുമ്പോൾ ഉപേന്ദ്രൻ എഴുന്നേറ്റ് രോഹിത്തിനെ ആ ഭിത്തിയോടെ ചേർത്ത് വെച്ച് അമക്കുവാണ്. നീ ഇനി ജീവിക്കണ്ടാടാന്ന് പറഞ്ഞു. ഈ സമയത്ത് വിഷ്ണുവാണെങ്കിൽ മാർട്ടിനെ ചവിട്ടി കൂട്ടുവാണ്. രോഹിത്തിനെ കൊല്ലാനൊരുങ്ങുന്ന ഉപേന്ദ്രൻ്റെ അടുത്തോട്ട് വിഷ്ണു ചെന്ന് ചവിട്ടി തോടിച്ച് ദൂരെ എറിയുവാണ് ഉപേന്ദ്രനെ. തുടർന്ന് നല്ല ഫൈറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഉപേന്ദ്രനെയും മാർട്ടിനെയും തല്ലി ചതച്ചിടുന്നുണ്ട്. മാർട്ടിൻ അവിടെ നിന്ന് എങ്ങനെയോ ഇറങ്ങി ഓടുന്നുണ്ട്. ഉപേന്ദ്രനും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവനത് പറ്റുന്നില്ല. അപ്പോൾ വിഷ്ണു പറയുക, പടക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് ഒരു ധീരനായ യോദ്ധാവിന് ചേർന്നതല്ല, അങ്ങനെ രക്തം ചീന്തി കിടക്കണം, അന്തസ്സായിട്ട് മരിക്കണം. ഉപേന്ദ്രനാണെങ്കിൽ പേടിച്ച് വിറച്ചിങ്ങനെ കിടക്കുവാണ്, അനങ്ങാനും വയ്യ, ഓടാനും വയ്യ. വിഷ്ണു ആണെങ്കിൽ അവൻ്റെ ഓരോ കാലും ഇങ്ങനെ ചവിട്ടി അങ്ങ് ഒടിക്കുവാണ്. വേദന കൊണ്ട് ഉപേന്ദ്രൻ അയ്യോന്ന് വിളിച്ച് പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്യാമയും രോഹിത്തും ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. പക്ഷേ ഉപേന്ദ്രൻ്റെ പതനം കാണുമ്പോൾ രോഹിത്തിനും ശ്യാമയ്ക്കും മനസ്സിന് സമാധാനമാവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഉപേന്ദ്രൻ ഇതുകൊണ്ട് അടങ്ങുമോ? അവൻ അവിടെ നിന്ന് ഇനി എങ്ങനെങ്കിലും ഇഴഞ്ഞെങ്കിലും പോയി, പകയാണല്ലോ അവൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇനി അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.